ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനിക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് +2 ഹിന്ദി പാഠഭാഗങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. +2 ലാംഗ്വേജ് ഹിന്ദിക്ക് പഠിക്കാനായിട്ട് 4 യൂണിറ്റുകളാണുള്ളത്. ഇക്കായി 1, ഇക്കായി 2, ഇക്കായി 3, ഇക്കായി 4. ഇങ്ങനെ 4 യൂണിറ്റുകളിലായിട്ട് 15 കൂടുതൽ ചാപ്റ്ററുകൾ പഠിക്കാനായിട്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. COVID-19 പരിഗണിച്ച് ആദ്യത്തെ 2 യൂണിറ്റുകളിലുള്ള 6 ചാപ്റ്ററുകളാണ്, അഥവാ ഒരുപാട് ചാപ്റ്ററുകൾ പഠിക്കുന്നതിന് പകരം ആദ്യത്തെ 2 യൂണിറ്റിലുള്ള 6 ചാപ്റ്ററുകൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചാൽ മാത്രം മതിയാവും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കൂല എന്നല്ല. ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാലും ആദ്യത്തെ 6 ലെസണുകളിൽ നിന്ന് നിർബന്ധമായിട്ടും കമ്പൽസറി ആയിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ 6 ചാപ്റ്ററുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ചാൽ അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ യൂണിറ്റ് 1 ലെസണുകൾ ഏതൊക്കെയാണ്? മാതൃഭൂമി എന്ന് പറയുന്ന പദ്യം നമ്മുടെ ദേശീയ കവിയായ ശ്രീ മൈഥിലി ശരൺ ഗുപ്തജിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് മാതൃഭൂമി. AD 1885 ചിർഗാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് മൈഥിലി ശരൺ ഗുപ്തജി ജനിച്ചത്. അതായത് അത് ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശിലാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ മാതൃഭൂമി എന്ന് പറയുന്ന പദ്യം ബേട്ടി കെ നാം എന്ന് പറയുന്ന 2ാമത്തെ ലെസൺ അന്തിമ മുഗൾ ചക്രവർത്തിയായ ബഹാദൂർ ഷാ ജഫറിന്റെ തന്റെ പുത്രിക്കുള്ള മറുപടി കത്താണ് ബേട്ടി കെ നാം എന്ന് പറയുന്ന ആ ലെസൺ. 3ാമത്തേത് മേരെ ഭാരത്വാസിയോ. AD 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയില് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭാരതത്തിലെ ജനങ്ങളോടായിട്ട് അഭിസംബോധന ചെയ്ത കുറെ കാര്യങ്ങളാണ് നമ്മൾ മേരെ ഭാരത്വാസിയോ എന്ന് പറയുന്ന ആ ലെസണിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് 3ാണ് ഇക്കായി 1 പഠിക്കാനുള്ളത്, അഥവാ യൂണിറ്റ് 1 പഠിക്കാനുള്ളത്. യൂണിറ്റ് 2 പഠിക്കാനുള്ളത് സൂറിനാം മേ പഹ്ലാ ദിൻ, ഹിമാൻഷു ജോഷിയുടെ വളരെ പ്രസിദ്ധമായ ഒരു യാത്രാ വിവരണമാണ് സൂറിനാം മേ പഹ്ലാ ദിൻ. ഉത്തരാഖണ്ഡിൽ 1935 ജനിച്ച വളരെ പ്രസിദ്ധനായ ഒരു ലേഖകനാണ് ഹിമാൻഷു ജോഷി. 5ാമത്തെ ലെസൺ മേരെ ലാൽ, സൂർദാസിന്റെ ഒരു പദ്യമാണത്. സൂർദാസിന്റെ പദ് ആണ്. 6ാമത്തേത് ദോസ്തി, ആനന്ദ് ബക്സിയുടെ ദോസ്തി എന്ന് പറയുന്ന ഷോലെ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഗാനമാണ് 6ാമത്തെ ലെസണായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഇങ്ങനെ 2 യൂണിറ്റിലും കൂടി 6 ലെസണുകളാണ് +2 ഹിന്ദിക്ക് പഠിക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് തന്നിരിക്കുന്നത്. 4 യൂണിറ്റുകളാണ് മൊത്തത്തിലുള്ളത്. ആ 4 യൂണിറ്റുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത്, മുൻഗണന കൊടുത്ത് പഠിക്കേണ്ടത്, അഥവാ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് 6 ലെസണുകളാണ്. 1 മാതൃഭൂമി, 2 ബേട്ടി കെ നാം, 3 മേരെ ഭാരത്വാസിയോ, 4 സൂറിനാം മേ പഹ്ലാ ദിൻ, 5 മേരെ ലാൽ, 6 ദോസ്തി. ഇത്രയും ലെസണുകളാണ് പഠിക്കാനുള്ളത്. ലെസണുകളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. മാതൃഭൂമി രാഷ്ട്രകവി മൈഥിലി ശരൺ ഗുപ്തജിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ്. മാതൃഭൂമി ഇക്കാലം മുതൽക്ക് തന്നെ താൻ പിച്ചവെച്ച് നടന്ന തന്റെ ഭൂമിയോട് ഏത് രീതിയിലാണ് കടപ്പാട്
പ്രകടിപ്പിക്കേണ്ടത് ഭൂമിദേവി നമുക്ക് വേണ്ടി തരുന്നതിന് എന്നെങ്കിലും നമുക്ക് തിരിച്ച് പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മളോടായിട്ട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മാതൃഭൂമിയോടുള്ള ആ ഒരു റെസ്പെക്റ്റ് പ്രകടിപ്പിക്കുന്ന ഒന്നാണ് മൈഥിലി ശരൺ ഗുപ്തജിയുടെ മാതൃഭൂമി എന്ന് പറയുന്ന കവിത. ബേട്ടി കെ നാം എന്ന് പറയുന്നത് അന്തിമ മുഗൾ സമ്രാട്ട് ബഹാദൂർ ഷാ ജഫർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിനെ നാടുകടത്തുകയും ചെയ്തു. നാടുകടത്തി അദ്ദേഹം ഒരു വിദൂരമായ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിനെ ഏകാന്തമായിട്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ആരൊക്കെയോ വഴി അദ്ദേഹത്തിന്റെ പുത്രിയുടെ ലെറ്റർ ലഭിക്കുകയാണ്. ആ ലെറ്ററിന് മറുപടിയായിട്ട് അദ്ദേഹം എഴുതുന്നതാണ് ബേട്ടി കെ നാം എന്ന് പറയുന്ന ഒരു ജവാബി പത്രാണ്, അഥവാ ഒരു മറുപടി കത്താണ് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ലെസൺ. മൂന്നാമത്തത് മേരെ ഭാരതവാസിയോ എന്ന് പറയുന്നത് ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ പൂർവികന്മാർ, സ്വാതന്ത്ര്യ സേനാനികൾ തങ്ങളുടെ ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അവസാനം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയില് ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ ഭരണം, ഭാരതത്തിന്റെ ഭരണം നമ്മളെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭാരതത്തിലെ ജനങ്ങളോട് പറയുകയാണ്, ഇന്നു മുതലാണ് ഭാരതം ഒന്നാമതായി തുടങ്ങുകയാണ് എന്ന് ഭാരതത്തിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ലെസനാണ് മേരെ ഭാരതവാസിയോ. ഇത് മൂന്നുമാണ് യൂണിറ്റ് 1-ലുള്ളത്. ഇനി യൂണിറ്റ് 2-ൽ പറയുന്നത് സൂര്യനാമേ പഹലാദിൻ, ഹിമാൻഷു ജോഷിയുടെ വളരെ പ്രസിദ്ധമായ ഒരു യാത്രാ വിവരണമാണ് സൂര്യനാമേ പഹലാദിൻ. സൂര്യനാമില് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ആ ഇന്ത്യക്കാർ താമസിക്കുന്ന സ്ഥലത്ത് ഒരിക്കല് സൂര്യനാമിൽ വെച്ചായിരുന്നു ഹിന്ദി സമ്മേളനം നടന്നത്. ആ ഹിന്ദി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹിമാൻഷു ജോഷിയും തന്റെ കൂട്ടുകാരും കൂടി അവിടെ എത്തിച്ചേരുന്നത്. ആ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് സൂര്യനാമേ പഹലാദിൻ എന്ന് പറയുന്ന ലെസണിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അഞ്ചാമത്തെ ലെസൺ മേരെ ലാൽ. മേരെ ലാൽ എന്ന് പറയുന്നത് സൂർദാസിന്റെയാണ്. ജന്മന അന്ധനായിട്ടുള്ള സൂർദാസിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് മേരെ ലാൽ. ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലത്തുള്ള ലീലാവിലാസങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു കവിതയാണ്, ഒരു പദ്യമാണ് മേരെ ലാൽ എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണൻ കുട്ടിക്കാലത്ത് തന്റെ പാൽപ്പല്ല് കാണിച്ച് ഓടിച്ചാടി നടന്ന് കളിക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന സന്തോഷം യശോദാമാതാവ് തന്റെ ഭർത്താവായിട്ടുള്ള നന്ദഗോപരെ വിളിച്ച് കാണിക്കുന്ന ഭാഗമാണ് മേരെ ലാൽ എന്ന് പറയുന്ന ആ ഭാഗം. സൂർദാസ് വളരെ ഭംഗിയായിട്ട് അത് വിവരിച്ചിട്ടുണ്ട്. ആറാമത്തെ ലെസൺ ദോസ്തി, ആനന്ദ് ബക്സിയുടെ സിനിമാ ഗാനമാണ്. ആനന്ദ് ബക്സി ഷോലെ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് രചിച്ചത്. ആ മനോഹരമായ ഗാനം ഏ ദോസ്തി എന്ന് പറയുന്നു എന്ന് തുടങ്ങുന്നതാണ്. അത്രയുമാണ് നമുക്ക് +2 സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിക്ക് പഠിക്കാനുള്ളത്. ഈ ലെസണുകളിൽ നിന്ന് മുഴുവൻ മാർക്കും വാങ്ങുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഒരിക്കലും ലെസണിന്റെ പുറത്തു നിന്ന് ഒരു ചോദ്യവും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. അതുകൊണ്ട് ഓരോ ലെസണും ചുരുങ്ങിയത് ഒരു 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിച്ച് അതിലെ ഓരോ പാരഗ്രാഫുകളും അല്ലെങ്കിൽ ഓരോ സെന്റൻസുകളും ഏത് ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ 6 ലെസണുകളും നിങ്ങൾ പല ആവർത്തി വായിക്കുക.
അങ്ങനെ വായിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ചെറിയ പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നായിരിക്കും 1 മാർക്ക് ക്വസ്റ്റ്യനും 2 മാർക്ക് ക്വസ്റ്റ്യനും 4 മാർക്ക് ക്വസ്റ്റ്യനും ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന 6 ലെസണുകളാണ് തന്നിരിക്കുന്നത്. ഈ ഒരു അവസരം വിദ്യാർത്ഥികളായ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ല മാർക്ക് വാങ്ങട്ടെ എന്ന ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.